കുറച്ച് എക്സാമ്പിൾസ് കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു വർക്കൗട്ട് എക്സാമ്പിൾ നിങ്ങൾ ഒരെണ്ണം ചെയ്ത് പഠിക്കണം കേട്ടോ. എക്സ് ടെൻ ടു 2 എക്സ് റേസ് ടു 7 മൈനസ് 2 റേസ് ടു 7 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻ ടു 5 എക്സ് റേസ് ടു 3 മൈനസ് 5 റേസ് ടു 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 എസ് മൈനസ് 5. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻ ടു 1 എക്സ് റേസ് ടു 7 മൈനസ് 1 ബൈ എക്സ് മൈനസ് 1. ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഇനി ഇതിൻ്റെ തന്നെ ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തെ ടൈപ്പ്. ഇത് വേറെ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കുക, ലിമിറ്റ് എക്സ് ടെൻ ടു 1 എക്സ് റേസ് ടു 15 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 10 മൈനസ് 1. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഓൾജിബ്രായിക് ലിമിറ്റ് ന്യൂമറേറ്ററിലും ഒരു ഓൾജിബ്രായിക് ലിമിറ്റ് ഡിനോമിനേറ്ററിലും തന്നേക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ ഒരു മോളിൽ കിടക്കുന്ന ന്യൂമറേറ്ററിൽ കിടക്കുന്ന ഓൾജിബ്രായിക് ലിമിറ്റ് എടുക്കണം. ലിമിറ്റ് എക്സ് ടെൻ ടു 1. ഇവിടെ ചേർക്കണേ എന്ത് ചേർക്കണം മക്കളെ? എക്സ് റേസ് ടു 50 മൈനസ് 1. ഇത് ഓൾജിബ്രായിക് ഫോർമുല കൊടുക്കണേ കണ്ടോ? ഇതുപോലെ എക്സ് മൈനസ് 1 വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു എക്സ് മൈനസ് 1 ഇവിടെ ചേർത്തു. അപ്പം തന്നെ ഒരു എക്സ് മൈനസ് 1 ഇവിടെ ചേർത്തു. നമ്മൾ ആ ഫോർമുല കൊടുക്കാൻ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമ്മൾ ഡിനോമിനേറ്റർ ചേർക്കണം. അങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ അതേ നമ്പർ ഇവിടെ ചേർക്കണം. എന്നിട്ട് ഇത് അപ്പം തന്നെ വെട്ടിക്കളഞ്ഞേക്കരുത് കേട്ടോ. ഡിവൈഡഡ് ബൈ അതുപോലെ നമ്മൾ ഈ ഡിനോമിനേറ്റർ കൊടുക്കണം. അവിടെയും നമ്മൾ ഫോർമുല കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എക്സ് റേസ് ടു 10 മൈനസ് 1 ഉണ്ടെങ്കിൽ എന്ത് വേണം കണ്ടോ? എക്സ് റേസ് ടു 7 മൈനസ് 1 ഉണ്ടെങ്കിൽ അവിടെ എക്സ് മൈനസ് 1 വേണം. അവിടെയും അപ്പോൾ എന്ത് വേണം? എക്സ് മൈനസ് 1 വേണം. എക്സ് മൈനസ് 1 എഴുതി. അപ്പോൾ അതേ എക്സ് മൈനസ് 1 നമ്മൾ ഇവിടെയും ചേർത്തു. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു എക്സ് മൈനസ് 1ഉം ഈ എക്സ് മൈനസ് 1ഉം കോമൺ ആണ്, അത് വെട്ടിപ്പോവും. അങ്ങനെ വെട്ടാൻ ഇവിടെ എഴുതിയിട്ട് ചിലപ്പോൾ ഇവിടെ തന്നെ വെട്ടിക്കളഞ്ഞ് എഴുതി വയ്ക്കുക. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇനി ഇവിടെ നോക്കിയേ, ഇത്രയും നമ്മൾ പഠിച്ച ഇത് നമ്മുടെ ഒരു ഓൾജിബ്രായിക് ലിമിറ്റ്, ഇത് നമ്മുടെ ഒരു ഓൾജിബ്രായിക് ലിമിറ്റാണ്. അപ്പോൾ നമ്മൾ ഫോർമുല കൊടുക്കുമ്പോൾ എന്നാ ഒരു 15 ഇൻറ്റു ഇവിടെ നമുക്കിത് എഴുതാം, 15 എഴുതാം, ഇവിടെ റേസ് ടു 10 എഴുതാം. 1ൻ്റെ പവർ എന്ത് എഴുതിയാലും ഒരു പ്രശ്നമില്ല. അപ്പോൾ 15 ഇൻറ്റു 1 റേസ് ടു 14 വരും. ഇവിടെ 10 ഇൻറ്റു 1 റേസ് ടു എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 9 വരും. അപ്പോൾ നമ്മുടെ ആൻസർ 15/10 വരും. ഇതാണ് രണ്ടാമത്തെ ബി പാർട്ടിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ലിമിറ്റ് എക്സ് ടെൻ ടു 2 എക്സ് റേസ് ടു 7 മൈനസ് 2 റേസ് ടു 7 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 8 മൈനസ് 2 റേസ് ടു 8. ഇവിടെ നമ്മുടെ ഏത് നമ്പറാണ് നമുക്ക് ചേർക്കണമെന്ന് നോക്കി. ലിമിറ്റ് എക്സ് ടെൻ ടു 2 ഏതാണ് ചേർക്കേണ്ടത്? എക്സ് റേസ് ടു 7 മൈനസ് 2 റേസ് ടു 7 എഴുതി. ഏത് നമ്പർ വേണം? എക്സ് മൈനസ് 2. നമ്മൾ അപ്പുറത്ത് വരുമ്പോലെ എന്താണ് മുകളിൽ വരുന്ന ഈ ഒരു നമ്പർ താഴെ വേണം. അപ്പോൾ നമ്മൾ എസ് മൈനസ് 2 ചേർത്തു. ഇൻറ്റു എക്സ് മൈനസ് 2 ചേർത്തു. ഡിവൈഡഡ് ബൈ അതുപോലെ തന്നെ ഇവിടെ എഴുതി. ലിമിറ്റ് എക്സ് ടെൻ ടു 2 എക്സ് റേസ് ടു 8 മൈനസ് 2 റേസ് ടു 8 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ചേർത്തു. അപ്പോൾ ഇൻറ്റു എക്സ് മൈനസ് 2 ചേർത്തു. ഇത് രണ്ടും എന്തായിപ്പോയി? ക്യാൻസലായിപ്പോയി. എന്നിട്ട് ഇതിൻ്റെ ഫോർമുലയും കൊടുത്തു, ഇതിൻ്റെ ഫോർമുലയും നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി? 7 ഇൻറ്റു 2 റേസ് ടു 6 വരും. ഡിനോമിനേറ്ററോ 8 ഇൻറ്റു 2 റേസ് ടു 7 വരും. വേണമെങ്കിൽ അതിനെ വെട്ടി കുറച്ചൊക്കെ നമുക്ക് ആൻസർ എഴുതാം കേട്ടോ. ദെൻ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലിമിറ്റ് എക്സ് ടെൻ ടു 3 എക്സ് റേസ് ടു 5 മൈനസ് 3 റേസ് ടു 5 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 4 മൈനസ് 3 റേസ് ടു 4. ഇവിടെ ഏത് നമ്പറാണ് നമ്മൾ ചേർക്കേണ്ടത് നോക്കി. ഇവിടുത്തെ എക്സ് റേസ് ടു 5 മൈനസ് 3 റേസ് ടു 5 ആണ്. അപ്പോൾ ഏത് നമ്പർ വന്നാലാണ് നമുക്കിവിടെ ഓൾജിബ്രായിക് ലിമിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ? ഈ എക്സ് മൈനസ് 3 അങ്ങനെ തന്നെ വേണം അല്ലേ? അപ്പോൾ എക്സ് റേസ് ടു 5 എഴുതി, മൈനസ് 3 റേസ് ടു 5 എഴുതി, ഈ എക്സ് മൈനസ് 3 അങ്ങനെ തന്നെ എഴുതി. ഇൻറ്റു ഏത് കൊടുത്തു? എക്സ് മൈനസ് 3 കൊടുത്തു. ഡിവൈഡഡ് ബൈ ഇവിടെ അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻ ടു 3 എക്സ് റേസ് ടു 4 മൈനസ് 3 റേസ് ടു 4 താഴെ എന്ത് എഴുതി? എക്സ് മൈനസ് 3 എഴുതി. ഇൻറ്റു എക്സ് മൈനസ് 3 എഴുതി. അപ്പോൾ ഇത് രണ്ടും എന്തായി പോകും? ക്യാൻസലായി പോകും. അപ്പോൾ ഇവിടെ നമ്മളിത് പഠിച്ച ഓൾജിബ്രായിക് ലിമിറ്റായി, ഇത് നമ്മുടെ ഓൾജിബ്രായിക് ലിമിറ്റായി. അപ്പോൾ നമ്മുടെ വാല്യൂ കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ 5 ഇൻറ്റു 3 റേസ് ടു ഒരു നമ്പർ കുറവ്, താഴെ 4 ഇൻറ്റു 3 റേസ് ടു 3 നമ്മുടെ ആൻസറായി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബി പാർട്ടാണ്. ഇപ്പോൾ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇസഡ് റേസ് ടു 1 എക്സ് റേസ് ടു 5 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 6 മൈനസ് 1. ആറാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഏത് നമ്പറാണ് നമ്മൾ ചേർക്കേണ്ടത്? ലിമിറ്റ് എക്സ് ടെൻ ടു 1 എക്സ് റേസ് ടു 5 മൈനസ് 1 ഏത് ചേർക്കണം? ഈ എക്സ് മൈനസ് 1 വേണം. അപ്പോൾ എക്സ് മൈനസ് 1 ആയി. ഇൻറ്റു എക്സ് മൈനസ് 1 ആയി. ഡിവൈഡഡ് ബൈ അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻ ടു 1 എക്സ് റേസ് ടു 6 മൈനസ് 1 ഏത് നമ്പർ ചേർക്കണം? എക്സ് മൈനസ് 1 ആയി. ഇൻറ്റു എക്സ് മൈനസ് 1 ആയി. ഇത് രണ്ടും എന്തായി പോകും? ക്യാൻസലായി പോകും. അപ്പോൾ നമ്മുടെ വാല്യൂ ഇത് ഓൾജിബ്രായിക് ലിമിറ്റായി, ഇത് ഓൾജിബ്രായിക് ലിമിറ്റായി അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു 1 എക്സ് റേസ് ടു 5 മൈനസ് 1 divided by x minus 1
ലിമിറ്റ് എക്സ് ടെൻ ടു 1 എക്സ് റേസ് ടു 6 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ആയി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 1 റേസ് ടു ഒരു നമ്പർ കുറഞ്ഞ് 4. ഇവിടെ 6 ഇൻറ്റു 1 റേസ് ടു 5 വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 5/6 വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതേ മോഡൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻ ടു 3 എക്സ് റേസ് ടു 2 മൈനസ് 3 റേസ് ടു 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. ഇത് അവിടെ നമ്മൾ വാല്യൂസ് ഇല്ല, സ്ക്വയർ മൈനസ് 3 സ്ക്വയർ കൊടുക്കാം. 1. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻ ടു 4 എക്സ് റേസ് ടു 6 മൈനസ് 4 റേസ് ടു 6 ബൈ എക്സ് റേസ് ടു 5 മൈനസ് 4 റേസ് ടു 5. ദെൻ അടുത്ത മൂന്നാമതൊരു ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻ ടു 6 നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. അപ്പോൾ എക്സ് റേസ് ടു 3 മൈനസ് 6 റേസ് ടു 3 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 2 മൈനസ് 6 റേസ് ടു 2. അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻ ഇതേ മോഡലാണ്, അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി നെക്സ്റ്റ് ഡേ. താങ്ക് യു.